Hello guys, welcome back to my YouTube channel Medical Study with me Anu. Myself Anupama. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫാർമക്കോളജി ടോപ്പിക്കാണ്. ഫാർമക്കോളജിയിൽ സെഫലോസ്പോറിൻ നേരത്തെ ടോപ്പിക് ഇട്ടേക്കുന്ന വീഡിയോ ഇൻസുലിൻ്റെ ആയിരുന്നു. ഇൻസുലിനും സെഫലോസ്പോറിനും ഒക്കെ ബീറ്റ ലാക്ടം ആൻറ്റിബയോട്ടിക്സ് പെട്ടത്. ഇതിനകത്ത് സെഫലോസ്പോറിൻ മാത്രമല്ല കാർബാപ്പനം പറയുന്നുണ്ട് ആൻഡ് മോണോവാക്ടത്തിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ സെഫലോസ്പോറിനാണ്. സെഫലോസ്പോറിൻ ഈസ് അതൊരു ഷോർട്ട് ആൻസർ ആയിട്ടൊക്കെ ചോദിക്കാം. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പെൻസിലിൻ്റെ ഓർത്ത് വെക്കാനായിട്ട് സിലിൻ എല്ലാ ഡ്രഗിൻ്റെ അടിയും ലാസ്റ്റ് എൻഡിങ്ങിലും കാണും. അതുപോലെ സെഫലോസ്പോറിൻ്റെ ആണെങ്കിലോ സെഫലോസ്പോറിനിലും ഇതേപോലെ സെഫ് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക്. Cephalosporins. So cephalosporins are the semi-synthetic antibiotics. Semi-synthetic antibiotics with the beta-lactam ring are cephalosporins. Then ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സെഫലോസ്പോറിൻ്റെ കെമിസ്ട്രി എന്താ? സെഫലോസ്പോറിൻ എന്ന് പറയുമ്പം പെൻസിലിനകത്ത് എന്താ ഉണ്ടായിരുന്നത്? തയാസോളിഡിൻ റിംഗ് ആയിരുന്നു. ഇവിടെ എന്ന് പറയുമ്പം ഡൈഹൈഡ്രോ തയാസിൻ റിംഗ് വിത്ത് ബീറ്റാ ലാക്ടം റിംഗ് ആണ് സെഫലോസ്പോറിൻ എന്ന് പറയുമ്പം. Then its mechanism of action is that it inhibits the bacterial cell wall synthesis similar to that of penicillin. എങ്ങനെയാണ് പെൻസിലിൻ ഇൻഹിബിറ്റ് ചെയ്തത്? They prevent the binding, like these beta-lactam ring will bind to PBP and thus what happens? Cell wall synthesis ne inhibit chedu. Thus inhibition of the cell wall causes deficiency, that is the bacteria with deficit ആയിട്ടുള്ള സെൽ വോൾ ഇല്ലാത്ത ബാക്ടീരിയസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു. ദെൻ സെൽ വോൾ ഇല്ലാത്ത ബാക്ടീരിയ ആണെങ്കിൽ ദേ അണ്ടർഗോ ലൈസിസ് റിസൾട്ടിങ് ഇൻ ബാക്ടീരിയോസിഡൽ ഇഫക്റ്റ്. ദെൻ റെസിസ്റ്റൻസ്. ബീറ്റ ലാക്ടമേസ് സെഫലോസ്പോറിനേസ് ഓൾട്ടേഡ് PBP ഈ ഓൾട്ടേഡ് PBP ഒക്കെ ഉള്ളവർക്ക് ഈ സെഫലോസ്പോറിൻസ് ആർ റെസിസ്റ്റൻറ്റ്. ഓക്കെ, റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഓർഗാനിസം ബാക്ടീരിയാസ് ആയിരിക്കും. ഈ സെഫലോസ്പോറിൻസ് തന്നെ 5 ജനറേഷൻ ഉണ്ട്. ഇതിൽ 4 ജനറേഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് സെഫലോസ്പോറിൻസ്. സെഫലോസ്പോറിന് 4 ജനറേഷൻ ഉണ്ട്. ഫസ്റ്റ് ജനറേഷൻ ആണെങ്കിൽ സെഫാലെക്സിൻ ആൻഡ് സെഫാഡ്രോക്സിൻ. ദീസ് 2 ആർ ഓറൽ. IV ആയിട്ടുള്ളത് സെഫാസോളിൻസ് ആണ്. ദെൻ സെക്കൻഡ് ജനറേഷനകത്തും ഓറൽ ആൻഡ് IV ഉണ്ട്. ഓറൽ ഉള്ളത് ഏതൊക്കെയാണ്? സെഫാക്ലോർ ആൻഡ് സെഫ്പ്രോക്സിൽ. രണ്ടെണ്ണം വെച്ച് പഠിക്കാമല്ലേ? സെഫാക്ലോർ ആൻഡ് സെഫ്പ്രോക്സിൽ. പ്ലസ് IV ഏതാ? സെഫുറോക്സിൻ ആൻഡ് സെഫോസോളിനും ഉണ്ട്. തേർഡ് ജനറേഷൻ ആയിട്ടുള്ള ഓറലി വരുന്നത് സെഫിക്സിം, സെഫ്ഡിനർ, സെഫിക്സിം ആൻഡ് സെഫ്റ്റിബ്യൂട്ടൻ. വെറാസ് IV ആയിട്ടുള്ളതോ സെഫ്ട്രിയാസോൺ, സെഫോടാക്സിം, സെഫോപെറാസോൺ, സെഫ്റ്റാസിഡിം ആൻഡ് സെപ്റ്റിസോസിം. ഫോർത്ത് ജനറേഷനിൽ ഏതൊക്കെയാണ്? സെഫിപ്പിം ആൻഡ് സെഫ്പിറോം ആൻഡ് സെഫിപ്പിം ആർ ദി ഫോർത്ത് ജനറേഷൻ സെഫലോസ്പോറിൻസ്. ഫിഫ്ത്ത് ജനറേഷൻ ഉണ്ട്. ഫിഫ്ത്ത് ജനറേഷനിലുള്ളത് സെഫ്റ്ററോലിൻ ഫോസാമിൽ ആൻഡ് സെഫോപിപ്രോൾ മെഡോകാരിൽസ് ആണ്. സോ ഫസ്റ്റ് 4 ജനറേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. ഫിഫ്ത്ത് വൺ ഇസ് ഓൾസോ ദെയർ. ആൻഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് പാരൻട്രൽ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് 3ക്കാണ് ഓറലും പാരൻട്രലും സെപ്പറേറ്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനോടായിരിക്കും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ളത് ദാൻ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഗ്രാം നെഗറ്റീവ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഗ്രാം പോസിറ്റീവിനാണ് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. വേറെ സെക്കൻഡ് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിനോട് ഇഫക്റ്റീവ് ആയിട്ടുള്ളത് ഏതാ? ഫോർത്ത് ജനറേഷൻ. ഫോർത്തും തേർഡും ജനറേഷൻ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ആൻഡ് ഇവർക്ക് 2 പേർക്കുമാണ് എന്ത്? ഗ്രാം നെഗറ്റീവ് ഓർഗാനിസത്തിനോട് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻ, വെരി ഇഫക്റ്റീവ് മെഡിസിൻസ്. ദെൻ അനേറോബിക്സിനെ വെച്ച് നോക്കുമ്പം ദി ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ദേ ആർ ഇഫക്റ്റീവ് എഗെയിൻസ്റ്റ് ഓറൽ ക്യാവിറ്റി അനേറോബിക് എക്സെപ്റ്റ് ബാക്ടീരിയോഡ്സ് ഫ്രെജിലിസ്. സോ ഓറൽ ക്യാവിറ്റിയിലുള്ള അനേറോബ്സുമായിട്ടാണ് ഫസ്റ്റ് ജനറേഷൻ കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. വേറെ സെക്കൻഡ് ജനറേഷനോ ഇഫക്റ്റീവ് എഗെയിൻസ്റ്റ് അനേറോബിക്സ് ലൈക്ക് സെഫുറോക്സിം ആൻഡ് സെഫാക്ലോർ. ഈ 2 ഡ്രഗ്സും ഇഫക്റ്റീവ് എഗെയിൻസ്റ്റ് ഓഫ് അനേറോബ്സ്. വേറാസ് third and fourth is not effective against any anaerobes and third is also effective against B fragilis. ഇതാണ് ഇവിടുത്തെ ഡിഫറൻസ് പറയുന്നത്. ഈ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഫ്രജിലിസുമായിട്ട് ഇഫക്റ്റീവ് അല്ല, ബട്ട് ബാക്കിയുള്ള ഓറൽ അനേറോബ്സിനോട് ഇഫക്റ്റീവ് ആയിരുന്നു. ബട്ട് തേർഡ് ആൻഡ് ഫോർത്ത് ജനറേഷൻ ആകുമ്പോഴോ ഫോർത്ത് ആകുമ്പോൾ ദേ ആർ നോട്ട് ഇഫക്റ്റീവ് എഗെയിൻസ്റ്റ് എനി അനേറോബ്സ്. വെറാസ് തേർഡ് ആണെങ്കിൽ ബി ഫ്രജിലിസിനോട് ഇഫക്റ്റീവ് ആണ്. ഇനി സ്യൂഡോമോണസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സ്യൂഡോമോണസിനോട് ഇഫക്റ്റീവ് ആയിട്ടുള്ളത് തേർഡ് ആൻഡ് ഫോർത്ത് ജനറേഷൻ മാത്രമാണ്. വേറെ സാൽമോണല്ല ആണെങ്കിലും സാൽമോണല്ലയോടും എഫക്റ്റീവ് ആയിട്ടുള്ള ഇത് തേർഡ് ജനറേഷനകത്തുള്ള സെഫ്ട്രിയാസോൺ ആൻഡ് സെഫോപെറാസോൺസ് ആണ്.
നെക്സ്റ്റ് ഈസ് ബീറ്റ ലാക്ടമേസ് എൻസൈം. ബീറ്റ ലാക്ടമേസ് എൻസൈമിൻ്റെ ബേസിൽ ഫസ്റ്റ് ജനറേഷൻ ആണെങ്കിൽ എന്താ, among the first generation agent cephalosporin is highly susceptible to the cephalococcus beta lactamase. ഓക്കെ, ഈ ബീറ്റ ലാക്ടമേസ് പറഞ്ഞ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെഫലോകോക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. സോ ഫസ്റ്റ് ജനറേഷൻ സെഫലോസ്പോറിൻസ് ആർ വെരി ഇഫക്റ്റീവ് എഗെയിൻസ്റ്റ് സെഫലോകോക്കൽ ഇൻഫെക്ഷൻസ്. സെക്കൻഡ് ജനറേഷൻ ആണെങ്കിലോ സെഫുറോക്സിം ഈസ് റെസിസ്റ്റൻറ്റ് ടു ദി ബീറ്റ ലാക്ടമേസ്. ബീറ്റ ലാക്ടമേസിനോട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് ജനറേഷൻ ആൻറ്റിബയോട്ടിക് ഈസ് cephalosporin, cephalosporin cephalosporin, and they are produced by the gram negative organism. Beta lactamase produce ചെയ്യുന്ന gram negative organism. അതിന് against ആയിട്ടുള്ള സെക്കൻഡ് ജനറേഷനിലെ ഡ്രഗ് വിച്ച് ഈസ് എഫക്റ്റീവ് against this beta lactamase is cephalosporin. തേർഡ് ജനറേഷൻ ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദം ആർ റെസിസ്റ്റൻറ്റ് ടു മോസ്റ്റ് ഓഫ് ദി ബീറ്റ ലാക്ടമേസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ gram negative. ഇവർ ഭയങ്കര ഇഫക്റ്റീവാണ്. തേർഡും ഫോർത്ത് ഈസ് വെരി ഇഫക്റ്റീവ് against almost all bacteria which produces the beta lactamase, gram negative bacteria. Then ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ബ്ലഡ് ബ്രെയിൻ ബാരിയറിൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ കനോട്ട് ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. സെക്കൻഡ് ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. സെഫുറോക്സിം ക്യാൻ ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ദെൻ തേർഡ് ജനറേഷൻ ആണെങ്കിലോ സെഫോടാക്സിം, സെഫ്ട്രിയാസോൺ, ഇതൊക്കെ പാരൻട്രല. ദേ ക്യാൻ ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആൻഡ് റീച്ച് ഹയർ കോൺസെൻട്രേഷൻ ഇൻ ദി CSF. ആൻഡ് ഫോർത്ത് ജനറേഷനിൽ ദേ ക്യാൻ ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ദെൻ യൂസസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ജനറേഷൻ ഓൾറെഡി നേരത്തെ പറഞ്ഞായിരുന്നു, ഓറൽ ക്യാവിറ്റിയിൽ അനറോബ്സിനായിരിക്കും ഇവർ എഫക്റ്റീവ് ആകുന്നത്. അതുപോലെ തന്നെ ഇവർ സ്കിൻ സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷനാണ് കൂടുതൽ എഫക്റ്റീവ് ഡ്യൂ ടു സ്ട്രെപ്റ്റോകോക്കി, സ്റ്റെഫലോകോക്കി, ദേ ആർ ദ gram negative organisms. അതുകൊണ്ടുണ്ടാവുന്ന സ്കിൻ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻ അഗെയിൻസ്റ്റ് ആയിരിക്കും കൂടുതൽ എഫക്റ്റീവ്. ദെൻ സർജിക്കൽ പ്രൊഫൈലാക്സിസ് ആണെങ്കിലോ cephalosporin is preferred because of its longer duration of action and produces high concentration in blood and bile. ബ്ലഡിലും ബൈലും ഹൈ കോൺസെൻട്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെഫാസോളിൻസ് ദേ ആർ സർജിക്കൽ പ്രൊഫൈലാക്സിസ് ആയിട്ട് പ്രിഫേർഡ് ആണ്. ദെൻ സെക്കൻഡ് ജനറേഷൻ ആണെങ്കിലും ഇവർക്കുള്ള റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, ഓട്ടൈറ്റിസ് മീഡിയ, സൈനസൈറ്റിസ്, ഓറൽ സെഫുറോക്സിം, അസെറ്റിൽ, ആക്സ്റ്റിൽ ക്യാൻ ബി യൂസ്ഡ്. Cephalosporin is useful for the urinary and soft tissue infections due to gram negative bacteria. തേർഡ് ജനറേഷൻ ആണെങ്കിലോ, തേർഡ് ജനറേഷൻ എന്ന് പറയുമ്പം ദീസ് ഓർഗാനിക് തേർഡും ഫോർത്തിനും സെയിം യൂസാണ് വരുന്നത്. ഓൾമോസ്റ്റ് രണ്ടും ഒരു പ്രോപ്പർട്ടീസും ഒക്കെ സെയിം ആണ്. ഓൺലി ഡിഫറൻസ് ഈസ് അനേറോബിൻ്റെ കേസിൽ ഡിഫറൻസ് പറഞ്ഞിരുന്നു. ഇത് ഫ്രജിലിസുമായിട്ട് എഗെയിൻസ്റ്റ് ഈ ഫോർത്ത് ജനറേഷൻ ആക്ട് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ദി ഓൺലി ഡിഫറൻസ് ഞാൻ അത് പറഞ്ഞതിൽ. ദെൻ തേർഡ് ആൻഡ് ഫോർത്ത് ജനറേഷൻ്റെ യൂസസ് എന്ന് പറയുമ്പം പൈലോനെഫ്രൈറ്റിസ് കോസ്ഡ് ബൈ gram negative organism. ദെൻ കമ്മ്യൂണിറ്റി അക്വയർഡ് ന്യൂമോണിയ ലൈക്ക് സെഫ്ട്രിയാസോൺ, സെഫോടാക്സിം ഒക്കെ യൂസ് ചെയ്യും. ഗൊണോറിയയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് സെഫ്ട്രിയാസോൺ. ദെൻ ടൈഫോയിഡിനകത്ത് യൂസ് ചെയ്യുന്നത് ടൈഫോയിഡ് ഫീവറിൽ സെഫ്ട്രിയാസോൺ, സെഫോപെറാസോൺസ് ആർ ഇഫക്റ്റീവ്. മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സാൽമോണലിലേക്കും ഇത് യൂസ് ചെയ്യുന്നുണ്ട് സെഫ്ട്രിയാസോൺ ഒക്കെ. ദെൻ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ഓഫ് മെനിഞ്ചസാണ്. സോ ദേ ക്രോസസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആൻഡ് കോസസ് caused by the meningococci and Haemophilus influenzae. And drug of choice will be ceftriaxone and cefotaxime. Mixed aerobic and anaerobic infection ഏതായിരിക്കും? They are seen with the patient with malignancy, septicemia due to gram negative infection, nosococcal infection, that is third generation drugs are used. Syphilis, now ceftriaxone is an alternative drug. Okay. നെക്സ്റ്റ് ഈസ് അഡ്വേഴ്സ് എഫക്റ്റ്. അഡ്വേഴ്സ് എഫക്റ്റ് ഹൈപ്പർസെൻസിറ്റിവിറ്റി പറയുമ്പോൾ നേരത്തെ പറഞ്ഞതാണ് ഹൈപ്പർസെൻസിറ്റിവ്. മെനി പീപ്പിൾസ് ആർ അലർജിക് ടു ദി പെൻസിലിൻ. സോ ദേ ഡെവലപ്പ് ഹൈപ്പർസെൻസിറ്റിവിറ്റി ലൈക്ക് സ്കിൻ റാഷസ്, അർട്ടിക്കേരിയ, അനഫൈലാക്സിസ്, സെറം സിക്നസ് എക്സെട്ര. ദെൻ GI ഡിസ്റ്റർബൻസ് എന്ന് പറയുമ്പോൾ മെയിൻലി ഡയോറിയ, വോമിറ്റിംഗ്, അനോറക്സിയ എന്ന് പറയുമ്പോൾ വിശപ്പില്ലായ്മ. ദെൻ പെയിൻ അറ്റ് ദി സൈറ്റ് ഓഫ് IM ഇൻഫെക്ഷൻ. IM ഇൻജെക്ഷൻ്റെ സൈറ്റിൽ എന്തുണ്ടാവും? പെയിൻ ഉണ്ടാവും. വേറെ ത്രോംബോഫ്ലെബൈറ്റിസ് ഒക്കെ ഇൻ IV സെഫലോസ്പോറിൻ കൊടുക്കുമ്പോൾ നെഫ്രോടോക്സിറ്റി ഭയങ്കര കൂടുതൽ. കാരണം എന്താ? ഈ പെൻസിലിൻസും സെഫലോസ്പോറിൻസും ഒക്കെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന കിഡ്നിയില്ല. സോ ഇഫ് ഹയർ ഡോസൊക്കെ കൊടുക്കുമ്പോൾ നെഫ്രോടോക്സിറ്റിക്കുള്ള ചാൻസസ് ആർ വെരി ഹൈ. ആൻഡ് പർട്ടിക്കുലർലി വിത്ത് ദി സെഫാലോറിഡിൻ, ബിക്കോസ് ഓഫ് വിച്ച് ഇറ്റ് ഹാസ് ബീൻ withdrawn. Co-administration of the cephalothin and synthamycin increases the risk of nephrotoxicity. Intolerance to alcohol, that is disulfiram-like reaction. What is disulfiram-like reaction? Facial flushing ഒക്കെ വരും. Then vomiting, nausea, diarrhea, etc. ഇതാണ് the intolerance to alcohol or disulfiram-like reaction എന്ന് പറയുന്നത്. Severe bleeding can occur due to either hypoprothrombinemia. So vitamin K supplements ഒക്കെ തെറാപ്പീസ് ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഈ അഡ്വേഴ്സ് റിയാക്ഷൻ മെയിൻലി വരുന്നത് ദോസ് വിത്ത് റീനൽ ഫെയിലിയർ ഓർ കിഡ്നി റിലേറ്റഡ് ഡിസ്ഫങ്ഷൻസ് ആൻഡ് ഓൾസോ ദോസ് ഹു ആർ അലർജിക് ടു പെൻസിലിൻസ് ആൻഡ് സെഫലോസ്പോറിൻസ്.
ഒക്കെയുള്ളവർക്ക് അഡ്വേഴ്സ് റിയാക്ഷൻസ് കൂടുതൽ വരുന്നത്. ആൻഡ് ലാസ്റ്റ്ലി കാർബോപെനം ആൻഡ് മോണോബാക്ടത്തിനെ കുറിച്ചാണ് പറയുന്നത്. കാർബോപെനം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഇമിപ്പെനം, മൊറോപെനം, ഡോറിപെനം, എർട്ടാപെനംസ് ആദ്യ കാർബോപെനംസ്. ആൻഡ് മോണോബാക്ടർ എന്ന് പറയുമ്പോൾ അസ്ട്രിയോണം ഈസ് ദി മോണോബാക്ടർ. ഈ കാർബോപെനത്തിൻ്റെ ഏരിയറായിട്ട് വരുന്നത് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആയിട്ട് വരുന്നത് നോസിയ, വൊമിറ്റിംഗ്, ഡയറി, അലർജിക് റിയാക്ഷൻസ് ഒക്കെയാണ്. ദെൻ ദേ ആർ യൂസ്ഡ് ഇൻ കേസ് ഓഫ് UTI. Then UTI means urinary tract infection, respiratory tract infection, skin, bone, soft tissue, intra-abdominal and gynecological infections എന്നൊക്കെ യൂസ്ഫുൾ ആണ്. മോണോബാക്ടർ ആണെങ്കിലോ they are monocyclic beta lactamase ആണ് and resistant to the beta lactamase produced by the gram negative bacteria like Staphylococcus, Streptococcus, etc. Then mechanism of action similar and they inhibit cell wall synthesis by inhibiting peptidoglycan synthesis. Then ADR ആയിട്ട് വരുന്നത് skin rashes, urticaria, bronchospasm, rarely anaphylaxis. Then uses ആയിട്ട് pneumonia, infection and if allergic to penicillin. So this is about the cephalosporin. So cephalosporin നമ്മൾ 5 ജനറേഷൻ പറഞ്ഞിരുന്നു ക്ലാസിഫിക്കേഷൻ ആയിട്ട്. This includes mechanism of action is similar to that of penicillin തന്നെയാണ്. And there are 5 classifications for the cephalosporin which are first generation, second, third, fourth and fifth. ഫസ്റ്റ് ജനറേഷനകത്ത് തന്നെ ഓറലി ഉള്ളത് സെഫാലെക്സിൻ ആൻഡ് സെഫാഡ്രോക്സിൽ, പാരൻട്രലി സെഫാസോളിൻ. സെക്കൻഡ് ജനറേഷൻ ആണെങ്കിൽ ഓറൽ ആയിട്ടുള്ളത് സെഫാക്ലോർ ആൻഡ് സെഫ്രോസിൽ, പാരൻട്രലി സെഫോക്സിറ്റിൻ ആൻഡ് സെഫ്റോക്സിം. തേർഡ് ജനറേഷനകത്ത് ഓറലി സെഫിക്സിം, സെഫ്റ്റിബ്യൂട്ടൻ ആൻഡ് സെഫ്ഡിനർ, പാരൻട്രൽ ആയിട്ടുള്ളത് സെഫോടാക്സിം, സെഫ്ട്രിയാസോൺ, സെഫോപെരാസോൺ ആൻഡ് സെഫിക്സോസിം. ഫോർത്ത് ജനറേഷനകത്ത് പറയുന്നത് ഏതൊക്കെയാണ്? പാരൻട്രലായിട്ട് മാത്രമേ ഉള്ളൂ, വിച്ച് സെഫിപ്പിം ആൻഡ് സെഫ്തിറോൺ. ഫിഫ്ത്ത് ജനറേഷൻ ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് സെഫ്റ്ററോളിൻ, ഫോസാമിൻ. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ദി സെഫാലോസ്പോറിൻ.